സൗകര്യങ്ങളുടെ കെണി, ഒരു 200 വർഷത്തിനു പുറത്തെ ലോകം എങ്ങനെയാകും? നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സാങ്കേതികവിദ്യയും അടുത്ത 25 മുതൽ 200 വർഷത്തിനുള്ളിൽ മനുഷ്യവംശത്തെ എവിടെ എത്തിക്കും? എന്റെ ചില ചിന്തകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. ഈ പോസ്റ്റിൽ ഞാൻ യന്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്ന തരം റോബോട്ടുകളെയല്ല, മറിച്ച് ജെമിനി, ഗ്രോക്ക്, ഷണവൽ തുടങ്ങിയ ലോകത്തിലെ സകല ബുദ്ധിയും ഒരൊറ്റ ചിപ്പിലേക്ക് ചുരുക്കി ഘടിപ്പിച്ച, ചന്ദ്രനിൽ നിന്നോ ബഹിരാകാശത്തു നിന്നോ ലഭിക്കുന്ന അനന്തമായ ഊർജ്ജത്താൽ തഹബൻഷോ പ്രവർത്തിക്കുന്ന, മനുഷ്യനേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് വേഗതയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന അതിമാനുഷിക രൂപങ്ങളെയാണ്. ഈ സംവിധാനം നിലവിൽ വരുന്നതോടെ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്, മന്ദബുദ്ധികളാകുന്ന മനുഷ്യർ സകല കാര്യങ്ങൾക്കും ഇത്തരം യന്ത്രങ്ങളെ ആശ്രയിക്കുന്നതോടെ മനുഷ്യന്റെ ചിന്താശേഷിയും അതിജീവനശേഷിയും തുരുമ്പെടുത്തു പോകും. ഒരു ഫോൺ നമ്പർ പോലും ഓർത്തിരിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ നിന്ന് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ പോലും കഴിയാത്ത മന്ദബുദ്ധിത്വത്തിലേക്ക് മനുഷ്യൻ വീണുപോകും. തകരുന്ന ബന്ധങ്ങൾ, മൃഗങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തിവിടുന്നതുപോലെ മനുഷ്യബന്ധങ്ങളും കേവലം ജൈവികമായ ഒരു ചടങ്ങായി മാറും. കുട്ടികളെ വളർത്താനും നോക്കാനും ഇത്തരം യന്ത്രങ്ങൾ ഉള്ളപ്പോൾ അച്ഛനും അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം ഇല്ലാതാകും. മനുഷ്യത്വം നഷ്ടപ്പെട്ട, യന്ത്രങ്ങളോട് മാത്രം വൈകാരിക അടുപ്പമുള്ള ഒരു തലമുറയാകും വരിക. മൃഗതുല്യമായ സന്തോഷം, കഷ്ടപ്പാടുകളില്ലാത്ത, ഉത്തരവാദിത്തങ്ങളില്ലാത്ത ലോകത്ത് മനുഷ്യൻ സന്തോഷവാനായിരിക്കും. പക്ഷേ അത് സ്വന്തം ബുദ്ധിയും ആത്മാവും പണയം വെച്ചു വാങ്ങുന്ന മരവിച്ച സന്തോഷം ആയിരിക്കും. ആയിരക്കണക്കിന് വർഷം കൊണ്ട് മനുഷ്യൻ നേടിയെടുത്ത ബുദ്ധിശക്തിയും സംസ്കാരവും താൻ തന്നെ നിർമ്മിച്ച സൗകര്യങ്ങളുടെ ലഹരിയിൽപ്പെട്ട് ഇല്ലാതാകുന്നത് ഒരു മഹാപരാജയമായി ചരിത്രം രേഖപ്പെടുത്തിയേക്കാം. ഇതൊരു കഥയല്ല, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഈ സാങ്കേതിക വിപ്ലവത്തിനിടയിൽ നമ്മുടെ